ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT അന്വേഷിക്കുന്ന ചെന്നൈ വ്യവസായി ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമെന്ന് നിർണായക മൊഴി. മണിക്ക് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ബന്ധം. വിഗ്രഹം കടത്താനും പണം കൈമാറാനും ഇടനിലനിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും വിദേശ വ്യവസായിയുടെ നിർണായകമായി മൊഴി വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൊഴികളാണ് ഇപ്പോൾ വിദേശ വ്യവസായിയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. ഈ SIT അന്വേഷിക്കുന്ന ഒരു ചെന്നൈ വ്യവസായി ഉണ്ടല്ലോ, ഡി മണിയല്ലേ, ഇയാൾ പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമെന്നാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഈ നെക്സസിന്റെ ഭാഗമായി നിൽക്കുന്നുവെന്നാണോ ആ മൊഴിയിൽ പറയുന്നത്? തീർച്ചയായും വരും. അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണത്തിൽ ഒരു ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന വ്യവസായിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ SITക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അതാരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു വിദേശ വ്യവസായിയെ കഴിഞ്ഞ ദിവസം വിദേശ വ്യവസായിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ വിദേശ വ്യവസായിയുടെ മൊഴിയിലാണ് ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉള്ളത്. അതായത് ഡി മണി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ SIT അന്വേഷിച്ചുകൊണ്ടിരുന്ന ചെന്നൈ വ്യവസായി എന്നുള്ളതാണ്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ഇതിനകം തന്നെ SIT കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്ക് സ്മാർട്ട് ക്രിയേഷൻസും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ള മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ വിഗ്രഹ കടത്തിന്റെ പണം അത് കൈമാറിയത് 2020 ഒക്ടോബർ 26 എന്നുള്ളതാണ് അയാളുടെ നിർണായക മൊഴി എന്ന് പറയുന്നത്. ഇടനില വഹിച്ചത് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡി മണി പണവുമായി തിരുവനന്തപുരത്ത് അടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട്. പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനാണ് എന്നുള്ള കാര്യവും ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു എന്നുള്ള കാര്യവും കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിശദമായിട്ടുള്ള പരിശോധന SIT നടത്തിയത്. ആ SIT വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അടക്കമുള്ള പുരാവസ്തു കടത്തിലേക്ക് ഈ അന്വേഷണം പോകുന്നുവെന്നാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള ആലോചനകൾ അതൊക്കെ SIT ഇപ്പോൾ നടത്തുകയാണ്. SIT മൊഴിയുടെ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ, ഡി മണിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ, ഉടൻ തന്നെ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കള്ളികൾ വെളിച്ചത്താകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷീജ, ഇത് ഇങ്ങനെയുള്ള വസ്തുതകൾ നിൽക്കുമ്പോൾ അതിൽ കുറച്ചൊരു രാഷ്ട്രീയം കൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ പഴയൊരു ആവേശം കാണുന്നില്ലല്ലോ ഷീജ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും റൊദൻ ഗോവർദ്ധനും ഒക്കെ സോണിയാഗാന്ധിയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിച്ചതോടെയാണോ പ്രതിപക്ഷം ഒന്ന് ബാക്ക് ഫുട്ടിലേക്ക് പോയിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വലിയ തോതിൽ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വലിയ തോതിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം നടത്തിയത്. പക്ഷെ അതിനിടയിലാണ് ചില ചിത്രങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഗോവർദ്ധൻ അറസ്റ്റിലായതിന് പിന്നാലെ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ ദില്ലിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ അത് ഒരു തവണയല്ല, ഒന്നിലധികം തവണ അവർ കണ്ടെത്തുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങൾ അതിന് തെളിവാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ, ഫോട്ടോകളൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടി പ്രതിരോധത്തിലായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആർജവം അവരുടെ പ്രതികരണങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകാത്തതിനുള്ള കാരണം ഇതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്.